ഗുഡ് മോർണിംഗ്. ഇന്ന് കുറച്ച് ലേറ്റായി പോയി കേട്ടോ. അതുകൊണ്ട് ചായ കുടിയും വർക്കൗട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നേരമായി. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ അങ്ങ് ഭയങ്കര ഒരു എന്താണ് ധൃതി കാരണം വർക്കൗട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ ഞാൻ ഇറങ്ങി ഓടിപ്പോരുമായിരുന്നു. ഈ ചെടികളും പച്ചക്കറികളൊക്കെ നടുന്ന ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. രാവിലെ എഴുന്നേറ്റ് ഇവറ്റകൾക്കൊക്കെ എന്തായി എന്ന് അറിയാണ്ട് ഒരു എന്താ പറയുക ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം തന്നെ ഇതുങ്ങളെയൊക്കെ വന്ന് കാണലായിരുന്നു. പക്ഷേ ഇപ്പം ആ ഒരു റൊട്ടീൻ ഞാൻ മാറ്റി. കാര്യം ഇതിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എത്ര സമയം പോകുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്തിട്ടേ ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. കാര്യം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തുമാത്രം സമയം വേണമെങ്കിലും നമുക്ക് ചെടികളുടെയൊക്കെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ 2 മണി 3 മണി ഉച്ച സമയമൊക്കെ ആവും നമ്മൾ ഇതിൽ നിന്ന്. അപ്പോഴും നമ്മൾ സമയം അറിയില്ല എന്നുള്ളതാണ്. കാരണം ഇതിനൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് പയറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് പയറെടുക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച അത്രയും ഒരു വിളവൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചില്ല, ഫസ്റ്റ് ടൈമാണ് എനിക്കിതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ലാത്തത് കൊണ്ടും. പയറൊക്കെ നേരത്തെ കൃഷി ചെയ്തിട്ടുണ്ട്, നല്ല വിളവൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കി പച്ചക്കറികളൊന്നും ഞാൻ അങ്ങനെ കൃഷി ചെയ്തിട്ടില്ല. എങ്കിലും ഇതിപ്പോൾ ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് എടുക്കുന്നത്. ചെറുതായിട്ട് 1-2 എണ്ണത്തിലൊക്കെ പുഴുവിൻ്റെ ശല്യങ്ങളുണ്ടായിരുന്നു. പാവൽ നമ്മളൊരു 5 പാവലോളം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കുറച്ച് വലുതായി വരുമ്പം തന്നെ പഴുത്ത് പോവുക ചെയ്തുകൊണ്ടിരുന്നത്. ഒരെണ്ണം മാത്രമാണ് വലുതായിട്ട് കിട്ടിയത്. പക്ഷേ അത് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ നിറയെ പുഴുക്കളായിരുന്നു. അങ്ങനെ ആ ചെടികൾ മുഴുവൻ ഞാൻ പിഴുത് കളഞ്ഞു. എനിക്കറിയത്തില്ല എന്താണ്. സാധാരണ നാടൻ പാവൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിളുത്ത് വരുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഹൈബ്രിഡ് വെച്ചിട്ട് പോലും ശരിയായിട്ടില്ല. അപ്പം ഞാൻ ഭയങ്കര ഒരു ഡിസപ്പോയിൻമെൻ്റാണ്. കാര്യം കുറേ കഷ്ടപ്പെട്ടതാണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും കിട്ടാതെ വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ ഒരിക്കൽ കൂടെ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ശരിയായില്ലെങ്കിൽ പിന്നെ ഈ പരിപാടി അങ്ങ് വിട്ടേക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട്. ഇത്രയത്തിനും തന്നെ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. നമ്മളുടെ വെണ്ട ഇതിന് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം. കാര്യം ഇതിൽ പൂ കുത്തി തുടങ്ങി. കണ്ടോ, ഫസ്റ്റ് പൂവാണ്. ആദ്യമായിട്ടൊരു പൂവൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം എനിക്കറിയാം. ഇത് ഇങ്ങനെയൊക്കെ പച്ചക്കറിയൊക്കെ നടുന്നവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ചെറിയ 2 തക്കാളി കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ.